തയ്യാറാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കടകളിൽ കിട്ടുന്ന ഒരു നല്ല സ്വാദിഷ്ടമായ ഒരു 4 മണി പലഹാരമാണ് സുഖിയൻ. അതാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചെറുപയറാണ്. അത് ഒരു 6-7 മണിക്കൂർ വെള്ളത്തിൽ നിന്ന് കുതിർത്ത് വേവിച്ചെടുത്തതാണ്. പിന്നെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല ഒരു തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഉണക്ക് 3 ചെറിയ ഉണ്ടശർക്കര, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ആദ്യം പയറും തേങ്ങയും ഉണ്ടശർക്കരയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി മിക്സ് ചെയ്തെടുക്കാം. ഒരു ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പയറും കൊടുക്കാൻ പോവാണ്. അതിലോട്ട് തന്നെ നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇട്ട് കൊടുക്കുകയാണ്. ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര കൂടി പൊട്ടിച്ച് കൊടുക്കാൻ പോകണം. ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ശർക്കരയും തേങ്ങയും പയറും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് വാങ്ങി വെക്കാൻ പോകണം. കാരണം ഇത് നന്നായിട്ടൊന്ന് ആറി കിട്ടണം. വിളയിച്ച് വെച്ച പയറും ശർക്കരയൊക്കെ നന്നായി ആറി വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്ത് മുക്കാനുള്ള മാവ് തയ്യാറാക്കി വെക്കാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് റവ പോട്ട് മൈദയാണ് എടുക്കുന്നത്. അതിനകത്ത് ഞാനൊരു 1/4 കപ്പോളം കോൺഫ്ലോറൂടെ ഇട്ട് കൊടുക്കുകയാണ്. നിർബന്ധമില്ല ഇട്ട് കൊടുക്കണമെന്ന്, പക്ഷെ ഞാൻ കുറച്ച് സ്വല്പം ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇടുന്നത്. ഇനി സ്വല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു തുള്ള മഞ്ഞൾപ്പൊടി കൂടി, മഞ്ഞ കളറൂടെ കിട്ടണമല്ലോ. അപ്പോൾ നമുക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മാവൊന്ന് കലക്കാം. കലക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാൻ നല്ലതായിട്ട് ലൂസായി പോകരുത്, നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം.
ഒരു ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. മാവൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവിനകത്തോട്ട് മുക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. മൂത്ത് വരുന്നത് നമുക്ക് കോരി ഇങ്ങെടുക്കാം. ആദ്യമൊക്കെ വരുന്നത് നമുക്ക് കോരി